നീഡ് ടു ബി ബ്രോക്കൺ ടു ബി ബ്യൂട്ടിഫുൾ. വലിയ വിഷമങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നതാണ് ഒരാളുടെ ശക്തി നിർണ്ണയിക്കുന്നത് എന്നൊരു ചിന്ത നമുക്കിടയിലുണ്ട്. എന്റെ ചെറുപ്പത്തിലെയൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കിലോമീറ്ററുകളോളം നടന്നാണ് സ്കൂളിൽ പോയത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നന്നായി പഠിച്ചതുകൊണ്ട് അവർ സ്വപ്നം കണ്ട ജോലിയിലേക്കും സാമ്പത്തിക സ്ഥിരതയിലേക്കും ഒക്കെ അവർ എത്തിയിട്ടുണ്ടാകും. അതിന് നടന്നു തീർത്ത കിലോമീറ്ററുകളുമായോ കാലിലെ വേദനയായോ ഒന്നും യാതൊരു ബന്ധവുമില്ല. അത്രയും നടക്കാതെ തന്നെ നന്നായി പരിശ്രമിച്ചാൽ ആ രീതിയിലേക്ക് എത്താം. വളരെ കാലം മുൻപ് തൊട്ട് കേൾക്കുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതുമായിട്ടുള്ള ചിന്തകളാണിതൊക്കെ. സ്നേഹവും സുരക്ഷിതത്വവും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്ന കുട്ടി അതിന് വിശേഷിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ വളരെ പക്വതയുള്ള ഒരു കുട്ടിയായിട്ട് വളരാനുള്ള സാധ്യത കൂടുതലാണ്. ജീവിതത്തിലെ വേദനകളെ ധൈര്യപൂർവ്വം നേരിടുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷെ അനാവശ്യമായിട്ട് ഇത്തരം വേദനകളെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ട്രോമ തന്നെയാണ്. മുറിവുകൾ ഉണങ്ങിയാലും മുറിപ്പാടുകൾ നിലനിൽക്കാറുണ്ട്. ആവശ്യമില്ലാതെ വേദനയെ സഹനത്തെ ഒക്കെ മഹത്വവൽക്കരിക്കുന്നത് കാരണം നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ ചിന്ത വേദനാജനകമായ ബന്ധങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്താൻ പലപ്പോഴും കാരണമാകാം. അതായത് എത്രത്തോളം വേദന ഞാൻ സഹിക്കുന്നോ അത്രത്തോളം നല്ലത് എനിക്ക് വരും, ഇങ്ങനെയുള്ള ചിന്തയും അല്ലെങ്കിൽ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ആ ഒരു വാല്യൂവിനെ വർദ്ധിപ്പിക്കുമെന്ന ചിന്തയും ഒക്കെ അൺഹെൽത്തി ആയ പലതിലും നമ്മളെ പിടിച്ചുകെട്ടും. ഈ അടുത്തിടെ ഒരാളുമായിട്ട് പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയായിരുന്നു. ഭാവിയിൽ സ്ത്രീകൾ ഈ പെയിനും അതിനുശേഷം ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഇഷ്യൂസും ഒന്നും സഹിക്കാതെ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞെങ്കിൽ ആ രീതിയിൽ ശാസ്ത്രം എന്തെങ്കിലും വികസിച്ചു വരും, അങ്ങനെ വന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അതൊന്നും ശരിയാവത്തില്ല. നൊന്ത് പ്രസവിക്കുമ്പോഴാണ് പൂർണ്ണമാകുന്നത്, ആ വേദന അറിയുമ്പോഴാണ് സ്ത്രീയാകുന്നത്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഒരു വ്യക്തിയുടെ പൂർണ്ണത അല്ലെങ്കിൽ വാല്യൂ ഇതൊക്കെ ആ പെയിനോട് അല്ലെങ്കിൽ അവരനുഭവിച്ച കഷ്ടപ്പാടിനോട് ചേർത്ത് വെക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സ്കാർസ് അല്ല നമ്മുടെ ഐഡന്റിറ്റി. അമ്മയുടെ വേദനയെ കുറിച്ച് കാണുകയല്ല. ഓരോ സ്ത്രീയും ആ സാഹചര്യത്തിൽ കടന്നു പോകുന്ന അവസ്ഥയെ വളരെയധികം ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ മാതൃത്വം എന്നത് പൂർണ്ണമാകുന്നത് വേദന സഹിക്കുമ്പോഴല്ല, ജനിക്കുന്ന കുഞ്ഞിനെ നന്നായി പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. കഷ്ടപ്പാടുകൾ അതിജീവിച്ചവർക്ക് പ്രത്യേകമായ ഒരു കരുത്തുണ്ടാകാം. പക്ഷെ ആ കരുത്ത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടണമെന്നോ തകർന്നു പോകണമെന്നോ ഒന്നും യാതൊരു നിർബന്ധവുമില്ല. സന്തോഷമായി സമാധാനപരമായി ഇഷ്ടാനുസരണം ജീവിതം നയിക്കുന്നവർക്കും അത്ര തന്നെ സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയി നിലനിൽക്കാൻ കഴിയും. യു ആർ ഇനഫ് ജസ്റ്റ് ആസ് യു ആർ. താങ്ക് യു.